ചരിത്രത്തിലെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചാണക്യൻ ജനിക്കുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. ചാണക്യനാണ് ചന്ദ്രഗുപ്ത മൗര്യനെ ഈ എംപററായി വാഴിക്കുന്നത്. അപ്പോൾ ചാണക്യൻ വാസ് എ കിങ് മേക്കർ ഓർ എൻ എംപറർ മേക്കർ, ഇഫ് ഐ ക്യാൻ യൂസ് ദാറ്റ് വേർഡ്. ചാണക്യൻ ഒരു എംപറർ മേക്കറാണ്. ചാണക്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ചീഫ് അഡ്വൈസർ ആയിരുന്നു. ബിന്ദുസാറിൻ്റെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒക്കെ ചീഫ് അഡ്വൈസറായി വന്നിട്ടുണ്ട്. അർത്ഥശാസ്ത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കോൺട്രിബ്യൂഷനിലൊന്ന്. കൂടുതലും പവറുമായി റിലേറ്റ് ചെയ്യുന്ന, അധികാരവുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഈ അധികാരത്തെക്കുറിച്ച് പഠിക്കാറില്ല. KGF സിനിമ കണ്ടിട്ടുണ്ടോ? KGF സിനിമയെ വെച്ച് സിമ്പിളായി പറയാം, എല്ലാവർക്കും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. KGF സിനിമയിൽ എന്താ ശരിക്കും? KGF സിനിമ ഈ പവറിൻ്റെ ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗൂസ് ബംസ് ഉണ്ടാകുന്നത്, മറ്റേ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകുന്നത്. അതായത് അതിൽ പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഇതിൽ പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. രണ്ടാമത്തെ സിനിമയിൽ അത് കുറച്ചുകൂടെ മെച്ചമായിട്ട് പറയുന്നുണ്ട്, പവർഫുൾ പീപ്പിൾ മേക്ക് പ്ലേസസ് പവർഫുൾ. അതായത് ആദ്യം പറയുന്നത് പവർഫുള്ളായ ആൾക്കാർ എന്താ പറയുന്നത് പവർഫുൾ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു എന്നാണ്. രണ്ടാമത് പറയുന്നത് ഈ പവർഫുൾ ആൾക്കാർ ആ സ്ഥലത്തെ പവർഫുൾ ആക്കുമെന്നാണ്. അധികാരത്തിന് ജനങ്ങളെ മൂവ് ചെയ്യാനുള്ള ഒരു ലെവറേജ്, പബ്ലിക് പോളിസി തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ റെഫറൻസുകൾ നമ്മൾ കാണുന്നത്. ചാണക്യനീതി എന്ന് പൊതുവിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയാനാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ കുറച്ച് ചീത്ത മാർഗമാണെങ്കിലും കുഴപ്പമില്ല, ടു ഗെറ്റ് തിങ്സ് ഡൺ, അതാണ് ചാണക്യനീതി എന്നൊക്കെ പൊതുവെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ്, ചാണക്യൻ നല്ലതാണ്, പക്ഷേ ചാണക്യൻ്റെ കൂടെ എത്തിക്സും കൂടെ ഇല്ലെങ്കിൽ പലപ്പോഴും ഈ സ്ട്രാറ്റജി പെട്ട് നമ്മളങ്ങ് കുഴഞ്ഞു പോകും. ഇന്നല്ലെങ്കിൽ നാളെ ഈ വാളെടുത്തവൻ വാളാൽ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. അപ്പം അത് ചാണക്യനീതി കുറച്ചൊക്കെ വേണം, പ്രാക്ടിക്കലായിരിക്കണം, പ്രാഗ്മാറ്റിക് ആയിരിക്കണം, കുറച്ചൊക്കെ സെൽഫിഷ് ആയിരിക്കണം, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കണം. പക്ഷേ എക്സ്ട്രീം ആയാൽ അത് തിരിച്ചടിക്കും. അപ്പോൾ ഒരു എത്തിക്സും കൂടിയുള്ള, ധാർമ്മിക ബോധം കൂടിയുള്ള, ന്യായനീതി ചിന്ത കൂടിയുള്ള ഒരു ചാണക്യനീതി നോക്കും മതി. ചാണക്യൻ ഒറിജിനലി അങ്ങനെ ആയിരിക്കും, നമ്മൾ ചാണക്യനെ തെറ്റിദ്ധരിക്കുന്നതാണ്. ചാണക്യൻ അങ്ങനെ നീതി ഇല്ലെങ്കിൽ ഈ മൗര്യ സാമ്രാജ്യം പോലെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് ചന്ദ്രഗുപ്തനെ കൊണ്ടുവരാൻ കഴിയില്ല. ചാണക്യൻ ബേസിക്കലി ഈസ് എ പേഴ്സൺ. ചാണക്യൻ പണ്ടത്തെ KGF എഴുതിയവനാണ്, സിമ്പിളായി പറഞ്ഞാൽ അതാണ് ചാണക്യൻ. നമ്മുടെ യങ്സ്റ്റേഴ്സിന് ചാണക്യനെ മനസ്സിലാക്കണമെങ്കിൽ ചാണക്യൻ പണ്ടത്തെ സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.